എത്ര നാളായെന്നറിയോ ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടിട്ട്. എന്റെ എൽസമ്മ അതിനല്ലേ നമ്മളങ്ങ് പോകുന്നേ. കുറെ കാലമായിട്ട് എന്നെ പറഞ്ഞു പറ്റിച്ചോണ്ടിരിക്കുക. എന്റെ എൽസമ്മ, നമ്മൾ ഈ ഹൈ റേഞ്ചുകാർക്ക് കൃഷിയും പശുവൊക്കെ ഉള്ളതില്ലയോ? താൻ വിഷമിക്കണ്ടോ, നമ്മളിപ്പോ അങ്ങ് എത്തില്ലേ. ഇന്നെനിക്ക് എന്തായാലും എന്റെ മോളെ കാണാലോ. ഞങ്ങക്ക് കൊറേ വിശേഷങ്ങൾ പറയാനുണ്ട്. ഓ, എല്ലാം പറഞ്ഞ് തീർത്തേക്കണേ കേട്ടോ. തീർത്തോളാം തീർത്തോളാം. വീടെത്തി. നിങ്ങളാ മൂക്കൊണ്ടുന്ന സാധനമൊക്കെ നിറക്കിക്കേ. അതൊക്കെ ഞാൻ ഏറ്റു. ജോസേ, ഒന്ന് സഹായിക്കണോ? വിശേഷം എല്ലാം പറഞ്ഞ് തീർത്തേക്കണേ കേട്ടോ. മക്കളെ പിന്നല്ലേ ആഹാ, പതിപോലെ ഹൈ റേഞ്ചിൽ മുഴുവൻ കൃഷിയുണ്ടല്ലോ. അത് പിന്നെ അങ്ങനെയല്ലോ വേണ്ട മോളെ. ഓഫീസ് പോകാൻ റെഡിയാവാ. നിങ്ങൾ കയറി വാട്ടോ. യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പച്ച? പതിപോലെ വഴക്ക് തന്നെയായിരുന്നോ? കേറി വാ അമ്മച്ചി. അപ്പച്ച അത് ഇങ്ങോട്ട് വെച്ചോ. എങ്ങോട്ട് വെച്ചു ചേട്ടായി? എടാ അപ്പച്ചൻ ഇരിക്കട്ടോ, ഞാൻ ചായ എടുത്തിട്ട് വരാമേ. നിക്കും മോളെ, നമ്മുടെ നാടൻ പശുവിന്റെ പാലുണ്ട്, നീ അതുകൊണ്ട് ചായ ഇട്ടാ മതി. ചേട്ടാ കാണുന്നില്ലല്ലോ. എൽസമ്മ, നീ അതൊന്നും എടുത്തില്ലേ? പ്രശ്നമായല്ലോ മോളെ. അച്ഛന് നാടൻ ചായക്ക് ഞാൻ എന്ത് ചെയ്യും? വഴിയുണ്ട്. എന്തു വഴി? വഴിയുണ്ട് അമ്മച്ചി, വാ. അപ്പച്ചൻ ഇരിക്കേ. ഇല്ല മോളെ, പാലിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ആ പഴയ ശീലം. എന്നാലും പാലെടുക്കാൻ പറഞ്ഞത്. എൽസമ്മ, നീ ഈ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടായിരുന്നോ? അമ്മച്ചി. ജീവാ മിൽക്കോ? നമുക്ക് അച്ഛനെ ഞെട്ടിക്കണം. നീ ഒരു ചായ എടുക്ക്. ശരി അമ്മച്ചി. മോൾക്കറിയാമോ, നമ്മളെ പോലെയുള്ള കർഷകരുടെ പാൽ സൊസൈറ്റിയിൽ ശേഖരിച്ച് ഗുണനിലവാരത്തോടെ അത്യാധുനിക ഫാക്ടറിയിൽ തയ്യാറാക്കുന്നതാണ് ജീവാ മിൽക്ക്. എനിക്കറിയാം അമ്മ, അമ്മയുടെ മോളല്ലേ ഞാൻ. പക്ഷെ മോളെ ജീവാ മിൽക്ക് ഇവിടെ എങ്ങനെ കിട്ടിയെന്നാ? ജീവാ മിൽക്ക് ഇപ്പൊ ഇവിടെയും കിട്ടും അമ്മേ. ആഹാ, അത് കൊള്ളാലോ. ചായ റെഡിയാണേ? ചായ റെഡി. അച്ചായ, ഇത് നമ്മുടെ ജീവാ മിൽക്ക് കൊണ്ടുണ്ടാക്കിയ ചായ. എന്നാ വിശ്വസിച്ചു കുടിക്കാം. ഇത് നമ്മുടെ കർഷകരുടെ പാല് തന്നെ മോളെ. റെഡിയായോ? ഇരിക്കും. ജീവാ മിൽക്ക്, ഓരോ തുള്ളിയും പോഷക സമൃദ്ധം.